മാമാച്ചി മാമ സൈറ്റ് എടുക്കുക അവനെ തെറിയ മൂട്ടിടിക്കുക. ചേട്ടാ ഓരോ വേക്കൻസി ഉണ്ടോ? டேய் நான் உங்கள்கிட்ட என்ன சொன்னேன்? நான் 5ஆம் தேதி தானே வர சொன்னேன். நீ 7 நாளைக்கு முன்னாடி வந்திருக்க பேக்கை தூக்கிட்டு. പ്ലീസ് ചേട്ടാ. உங்கள்கிட்ட என்ன சொன்னேன்? நான் 5ஆம் தேதி வர சொன்னேன். ഓരോ ബെഡ് ഉണ്ടോ ചേട്ടാ? പ്ലീസ് ചേട്ടാ പ്ലീസ്. நீ போயிட்டு அப்புறம் வா. ஏன் மச்சா ஏன் பிரச்சனை? அது ஒன்றும் இல்லைடா, அது வேற மேட்ரு. இவனை 5ஆம் தேதி வர சொன்னேன், போயிட்டு காலி ஆகும்னு. 7 நாளுக்கு முன்னாடி வந்திருக்கான் பேக்கத்து. ഫസ്റ്റ് ഇയർ ആണോ? ചേട്ടാ എങ്ങനെ മനസ്സിലായി മലയാളിയാണോ? 7 days தானே, என் ரூமே பார்த்துக்கோ. சரி, உங்கள் ரூமு நீ தான் ரெஸ்பான்சிபிலிட்டியாக பார்த்துக்கோ. ഇതെല്ലാം പത്തക്കില്ലാം ബ്രോ, பார்க்கலாம். എന്നാ മയിലാടാ നിന്റെ വാൾ ഇങ്ങനെ ഇരിക്കണേ? ചേട്ടാ അത് അച്ഛൻ വന്ന് കാസർഗോഡ്, അമ്മ വന്ന് മൈസൂർ. ഓ അങ്ങനെ. വാ. ഹലോ വാവേ, എന്ത് ചെയ്യുവാ? കുളിക്കാൻ പോവാണോ? ഞാൻ എന്നെ വിളിച്ചില്ല. ഇതാരാ മോനോ? അല്ല എന്റെ അച്ഛൻ. ആ വാ. എന്താ ചേട്ടാ എത്ര വേണം? അതോ നീ ഒന്ന് തുറന്നേ. ഇടന്ന് പിടിച്ചടാ. ഇതും കൂടെ പരിചയപ്പെടാൻ വന്ന ജഹാമ്പാടി. അമ്പാടി വേറൊന്നാറി. എവിടെ കിടക്കുന്നാണോ? വേണ്ടക. ആ അവിടെ കിടക്കാം. മൂട്. പ്ലേറ്റ് ഇല്ലേ? അയ്യോ, എന്താ പ്ലേറ്റ് ഇല്ലേ? അവിടെ സിങ്കിന്റെ അടുത്തൊരു പ്ലേറ്റ് ഇരിപ്പുണ്ട്, അത് വേണേ എടുത്തോ. ചോറ് പിന്നെ തേമ്പിയ കറിയും. ചേട്ടാ 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 പ്ലേറ്റ്. We live together. Oh, why not? I hate this fizzy man. സത്യം ബ്രോ. ഇപ്പൊ മൊത്തം യുദ്ധാടാ. ഞാൻ വെള്ളം എടുക്കാൻ വന്നാടാ. വേണ്ടാട്ടോ. കാർമയൊക്കെ കണ്ടോ? എവിടെ? കുഴപ്പമില്ല, നമ്മുടെ ചിക്കൻ സേഫാ, കുഴപ്പമില്ല. ഇങ്ങനെ നടക്കുവാണെങ്കിൽ അടുത്ത കൊല്ലത്തുള്ളൂ. നിങ്ങളെന്താ ഒരു പെണ്ണോളം കിടന്ന് ഉറങ്ങുന്ന? കഴിഞ്ഞ ദിവസം നിങ്ങൾ ഒരുമിച്ച് കിടന്ന് ഉറങ്ങുന്ന
6 മണിയായോ? എടാ ഉവ്വേ, ഇനി നീ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങുമ്പോളേ അങ്ങോട്ട് കുറച്ച് നീ കിടന്നു. അവന്റെ വോമപ്പ് അവിടെ ആയിട്ടാ. ആ അവൻ കക്കൂസിക്കാരി. ഇനി ഒരു 2 മണിക്കൂർ പിടിക്കും അവൻ ഇറങ്ങാൻ. അവന്റെ വോമപ്പ് അവിടെയാ. എന്റെ രണ്ടാനം ഇനി ബാക്കി യുദ്ധം ജിമ്മിൽ. വാ ജിമ്മിക്ക് വാ. അത് ചേട്ടാ എന്റെ കയ്യിൽ പൈസ ഇല്ലേ. അതൊന്നും കുഴപ്പമില്ലടാ, ട്രെയിനറുടെ ആളാ, നീ അഡ്രസ് കൊടുക്കണ്ട, മാറിക്കോ. രമണിക്കുളിക്കരിയായി അതിരാവിലെ ഇതേ മാറല്ലേ? എന്നാ അവിടെ പോയി മാറാം. അത് കുഴപ്പമില്ലടാ, ഇവിടേക്ക് ഇങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്നാ മാറണേ. വേണ്ട ചേട്ടാ, എന്നാ അവിടെ പോയി മാറാം. ആ നീ ഇങ്ങനെ നിൽക്കാണ്, മാറിക്കാണ്, ചുമ്മാ അങ്ങോട്ട് കളിച്ചു നിൽക്കാണ്. അല്ല ഇതും കൊണ്ട് എങ്ങോട്ട് പോവാ? ഇതെന്റെ ജിം സ്റ്റഫ്. അല്ല നീ വന്നില്ലേ? എടാ അല്ലെങ്കിൽ നിങ്ങള് വെക്കോ, ഞാനില്ല. ജിമ്മിലോട്ടാണ് വാന്ന്. എടാ അവള് വിളിക്കുന്ന് പറഞ്ഞടാ. നമ്മുടെ ജിം അമ്പിയർ അതിനില്ല. ജോണാടാ, എടാ ഞാൻ വെള്ളം നിറച്ചിട്ട് വരാം, നീ അലക്കാട് തുള്ളിയിട്ട് വന്നാൽ മതി. ഓക്കെ. ഇത് മെറ്റാനാണ് ചെളിയാക്കിയേ. എന്താ? എടാ അത് രാഹുലാടാ. ഏത് രാഹുല്? എടാ അതെന്റെ ഗേൾഫ്രണ്ട് ബെസ്റ്റിയാടാ. അവനൊരു പാവം, അവൻ ശ്രദ്ധിച്ച് കാണത്തില്ല. ആ ബെസ്റ്റാന്ന് സ്ഥലം കയറ്റി വെച്ചോ, ജെട്ടി കയറുമ്പോ കാണാം. ആ ജെട്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ ആ ജെട്ടി ഒന്ന് എടുത്തരാവടാ. ആ സ്വന്തം ജെട്ടിയല്ലേ, തന്നെ അങ്ങ് എടുത്താ മതി. വാണ എത്ര നേരത്തെ വെയിറ്റ് ചെയ്യും തുണി എടുക്കാനായിട്ട്? വാടാ തുണിയിലൊക്കെ വാന്ന്. ഇസ്രായേലിൻ നാഥനായി വാഴും ഏകദൈവം, സത്യദേവനാഥനായി ദൈവം, അപപിതാവേ ദൈവമേ. എടാ കുറച്ചുകൂടെ എളുപ്പത്തിലാക്കാൻ നോക്കടാ. റൈസ് തീർന്നു പോയി കഴിഞ്ഞിട്ട് അൺലിമിറ്റഡാ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എനിക്കാണ് പിന്നെ ഇതും കൂടെ കളിയാ. ഇതും കൂടെ കഴിഞ്ഞ പിന്നെ എന്റെ ഷട്ടിങ് കൂടെ ഉള്ളു. നീ ഇതെന്തിനാ എപ്പോഴും ജെട്ടി അലക്കുന്നേ? ജെട്ടി ദിവസം അലക്കല്ലേ നമുക്കൊരു സുഖമുള്ളൂ.
എടാ നീ എന്താ ജെട്ടി നൽകാത്തെ? അത് ചേട്ടാ ചെടിയില്ല. ജെട്ടിയിട്ട് പറക്കാൻ എനിക്ക് വയ്യ. കളിയാക്കുന്നവര് കളിയാക്കട്ടെ. ആദ്യം എല്ലാവരെയും കാണിക്കാനാ പുറത്ത് ചട്ടിയിട്ട്. പക്ഷെ അതെല്ലാവർക്കും കുറ്റമായിരുന്നല്ലോ ക്ലാർക്ക്. അതുകൊണ്ടാണല്ലോ പിന്നെ ഉള്ളിലിടാൻ തുടങ്ങിയത്. പിന്നെ എന്താടാ ചട്ടി ഇടാണ്ടാണോ പറക്കുന്നതെന്നുള്ള ചോദ്യമായി. ക്ലാർക്ക് അത് വിട്. ശരിക്കും മടുത്തു എനിക്ക്. എനിക്കറിയില്ല എന്തുകൊണ്ട് നിന്നോട് മാത്രം. അയൺമാനോടൊന്നും ആരും ചോദിക്കുന്നില്ലല്ലോ. ഇരുമ്പ് ചട്ടിയോ? ഹാ ഹിഷക് വിയർനാ. റൈസ് ആണെങ്കിലും അങ്ങനെ ജെട്ടി ഇടണ്ടേ? ഇരുമ്പിന്റെ ജെട്ടി ഉണ്ടാക്കി കൂടെ? അതൊന്നും നോക്കാൻ എനിക്ക് സമയമില്ല. എടാ ടെൻഷൻ ആവല്ലേ. ഐ ആം റിയലി ഫെഡ് അപ്പ്. മാർവലും DC എടുത്ത് നോക്ക്. മറ്റാരെക്കാളും അപ്പൊ നിന്റെ ഷെഡ് മിസ്സിംഗ് ആയെന്നാണ് പ്രശ്നം. അപ്പൊ ചുരുക്കം പറഞ്ഞ ജട്ടിയില്ല. അതൊക്കെ ഒരു പ്രശ്നമാണോ? അടുത്ത മാസം നിനക്ക് ഫണ്ട് കിട്ടുമ്പോൾ പുതിയ ഷെഡ് വാങ്ങിയാ പോരെ? അതൊക്കെ ഇപ്പൊ എന്റെ അപ്പൂപ്പൻ തന്നെ ഷഡ്ഡി പോലും ഇടാറില്ല. മൊത്തം കാറ്റല്ലേ. അന്നൊക്കെ ഇതൊക്കെ ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോഴല്ലേ ഇതൊക്കെ ശ്രദ്ധിക്കുന്നത്. ഷഡ്ഡൊക്കെ എന്തിനാ? ആന്നേ. അല്ലേലും ഇപ്പൊ നമ്മുടെ അമ്പാടി ഷോണനെ തന്നെ എടുത്തു നോക്കിയേ. വേറെ ഷെഡ്ഡി അടിച്ചു മാറ്റി ജീവിക്കാറാ. ഇങ്ങനെ നടക്കുവാണെങ്കിൽ അടുത്ത കൊല്ലം എത്തുള്ളൂ. നിങ്ങൾ ഒരു ബെഡോടെ കിടന്നുറങ്ങുന്നത്. ആ പിന്നെ നിങ്ങളോടൊക്കെ ഒരു കാര്യം, ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു കേട്ടോ. എടാ അപ്പൊ പീറ്റർ എപ്പോഴാ അറിയിക്കണ്ടേ? രാവിലെ 10 മണിക്ക് ഫസ്റ്റ് ഷോ. എടാ ടിക്കറ്റിൽ വെച്ചിട്ടേക്ക്. പറയ്. എന്താ ചേട്ടാ? എടാ നീ ഇത് വെച്ചോ. അത് ചേട്ടാ എടാ അത് കുഴപ്പമില്ലടാ, എൻ്റെ പേരുണ്ട്. ആളിയാ എവിടാടാ? എവിടെടാ? എടാ എവിടെ? ഞാൻ സിഗ്നലിൽ എവിടെ? പെട്ട് ഇവിടെ ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഉണ്ട്. നീ എവിടെ? എടാ തൃക്കുന്നപ്പുഴ കടപ്പുണ്ട് ഇപ്പണ്ടാ. പുറകിലേക്ക് പുറകില പുറകില് അമ്പാടി വിളിച്ചാലും കേക്കില്ലേ? വിളിച്ചാലും കേക്കൂല. എന്താടാ രസമുണ്ടോ? അമ്പാടി വേണ്ട നീ കൂളായി നീ കൂളാ. സീരിയസ് ആയിട്ടാ തോന്നി വെക്കല. വിട് വിട് ഇനി കൂളാകും. പറ്റൂല കൊടുക്കാനല്ല പുറക്കാനൊന്നല്ലോ. ആ അതൊക്കെ വിട്. ഇതാണ് നമ്മുടെ പുതിയ റൂംമേറ്റ് ബ്രോ. പിജിയില് പുതിയ വന്ന ஜட்டி ஊறி கொடுத்தா ഏട്ടാ അത് ഇവിടെ പറയല്ലേ. എന്ത് ചട്ടി? உனக்கு தெரியாதா? நீ காலையில நம்ம தோமா நம்ம தோமா சிவன் கிட்ட ஜட்டி இல்ல, நம்ம தோமா அவன் ஜட்டி ஊறி கொடுத்துட்டா. ജെട്ടിയാ? ജെട്ടി തോമ അടി തോമ ജെട്ടി ഇടുക. എന്റെ കൊത്തപ്പന്റെ കപ്പലണ്ടി ഈ
നിന്റെ ഷർട്ട് ഊരി ഇടിപ്പിക്കണ പാട്ട് അവന്റെ തലയിൽ 2 കൊമ്പ് മാറിക്കേ, എന്താ കാണിക്കുന്നേ? ഇയാളങ്ങോട്ട് മാറിക്കേ. നിങ്ങൾ അടിയുണ്ടാക്കാൻ വന്നാണോ ഇവിടെ പിള്ളേരെ പോലെ? ആണോ? ആണോ? പിന്നെ നീ എന്റെ ഗേൾഫ്രണ്ട് അപ്പന്റെ 3 ഷെഡ് ഉണ്ട്, അത് നീ എടുത്തോ. അതെ ചേട്ടാ. നീ ഇനി ഷെഡില്ലാതെ നടക്കണ്ട, പുതിയതാ. വല്ല കുഴപ്പമുണ്ടോ ആർക്കേലും? വല്ല കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. പിന്നെ നിനക്കെന്താ ഒരു ബുദ്ധിമുട്ട് പോലെ? കുഴപ്പമില്ല. ഓക്കെ, എന്നാ വാ, നമുക്ക് പടം കാണാൻ പോ. ലേറ്റ് ആക്കണ്ട, വാ. ചേട്ടാ ഗെയിം ചേഞ്ചർ നല്ല മൂവി അല്ലേ? ഓ എന്റെ പൊന്നോ, ബ്രഹ്മാണ്ടം. ലേറ്റേ വന്നോണ്ടാന്ന് തോന്നുന്നു, ചൂട് കുറവാ. എന്നൊക്കെയുണ്ട്. ആ. പിന്നല്ലേ അവൻ ആളൊരു കുഷ്മാണ്ടാണേലും എന്താ, നിനക്കൊന്ന് ചെട്ടി കിട്ടിയില്ലേ? കഴിച്ചോ? പിന്നെ ഓണപ്പൂട്ടോണ്ടിരിക്കുക. ഓ സോറി. എന്നാ ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ശരി, വാ. എടാ, ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. 3 ഷെഡി ഇല്ല, 2 ഉള്ളൂ. അല്ല, 2 ഇല്ലേ? എടാ, നിങ്ങൾ പേടിക്കാതെ, 2 ഉണ്ട്, ഉറപ്പ്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. പിന്നെന്താ ടെൻഷൻ? ഒരു കുഴപ്പമില്ല, പോരെ? ജനകോടികൾ മണ്ണൽ, ജനകോടികൾ ട്രൈസ്, ജനകോടികൾ ബസ്, തോമസേ, ജനകോടികൾ. തോമസേ, എന്നടാ? നാളെ നേരത്തെ ക്ലാസ്, അലാറം വെച്ചോ. ആ വെക്കാം വെക്കാം. ചേട്ടാ ചേട്ടാ സപ്ലി ഉണ്ടോ? സപ്ലി 1:26 ഓ, എത്ര എഴുതി? ഓ 32. അത് വന്ന് അമ്പാടി ചേട്ടനോ? അമ്പാടി 32 എഴുതി, 32 പൊട്ടി. എടാ എടാ, ഉം. ഒരു ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. ഉം. 2 ഷെഡി ഇല്ല, 1 ഉള്ളൂ. ಪರವಾಗಿಲ್ಲ ചേട്ടാ, ഓരോ ചെടിയല്ലേ. എടാ എടാ, ഞാൻ അവളെ ഇപ്പളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നാളെ ജെട്ടി എടുത്ത് വെക്കാൻ വേണ്ടി. നമ്മൾ നാളെ അവിടെ പോകുന്നു, എടുക്കുന്നു, അത്രേ ഉള്ളൂ. അത് പോരെ, അത് പോരെ. എന്നാ ഓക്കെ. നാളെ ഒരു ജെട്ടിയൊക്കെ കിട്ടാൻ പോവാണല്ലോ. പോടാ. കൊച്ചു കള്ളൻ. എന്നാ നമ്മളെല്ലാരും കിടക്കുമല്ലേ? അത്രേ ഉള്ളൂ, ബാ കിടക്കാം. നീ പോയിട്ടിട്ട് വാടാ, പൊളിക്ക്. നമ്മുടെ പയ്യൻ വളർന്നു കേട്ടോ.
നീ പോയി ഇട്ടിട്ട് വാടാ. എടാ എനിക്ക് ചട്ടിയില്ല, ഇത് ഞാൻ എടുത്തോട്ടെ, ചട്ടിയില്ല, ഇത് ഞാൻ എടുത്തോട്ടെ. മൈ ചെട്ടി മൈ ചെട്ടി മൈ ചെട്ടി മൈ ചെട്ടി മൈ ചെട്ടി. എന്താ എല്ലാരും ഷെട്ടിയോ? ഓ, ഒന്നും ഓർമ്മയില്ലാത്ത പോലെ നമ്മുടെ ഷെട്ടിയെ. ഇവിടെ ഷെട്ടിയൊന്നുമില്ല, പോവാട്. നീ ഒന്ന് അടക്ക്, ഞാൻ ചോദിക്കട്ടെ. തോമാ, നീ അടക്ക്. ഞാൻ ചോദിക്കട്ടെ, ചോദിക്കാൻ വല്ല കുഴപ്പമുണ്ടോ? ഒട്ടോ? ഒരു കുഴപ്പമില്ല. ഞാൻ ചോദിക്കട്ടെ, എന്താ സംഭവിച്ചേ? എടാ, ഷഡ്ഡി ഇവിടെ ഉണ്ടായിരുന്നു, അത് സത്യ. ഞാൻ എടുത്തു വെച്ചതുവാ. അത് കൊണ്ടുപോയി. ആര് കൊണ്ടുപോയി? രാഹുല്. ഞാൻ അന്നേ പറഞ്ഞ വെസ്റ്റ് തല കയറ്റുന്ന ഷെട്ടി കയറുന്നു. ഇപ്പൊ എന്തായി? ചെട്ടി പോയി. എന്റെ പൈര ഷെട്ടി ഇടില്ലേ, ഒരുത്തരുണ്ട് അവിടെ. അവന്റെ നമ്പർ എടുക്കണ. ഇങ്ങോട്ടാ. അവളുടെ അവിടെ 16. എന്നാ പിടി. എടുക്കുന്നില്ല മൈരൻ, ഒന്നുകൂടെ വിളിച്ചു നോക്കാം. എടുക്കുന്നില്ലല്ലോ അമ്പാടി. ഞാൻ ആദേശിച്ച് പറഞ്ഞ കാര്യാക്കണ്ട, സോറി. എടാ പട്ടി തടിച്ചേട്ടെ, നീ എന്നെ മണ്ടനാക്കുന്നോടാ. ഹലോ മച്ചാനെ, എന്ത് സീൻ? പറ, കേക്കുന്നില്ല. ഹലോ, എന്താണ് ജില്ല കാര്യം പറ. ഹലോ കേക്കില്ല. മറ്റവന്റെ കറുകപ്പല്ലിയാടി, നീ ഞാൻ എന്താണോ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചോ? എന്താ മച്ചാനെ, എന്താണ് സീൻ? ചില്ലാതെ കാര്യം പറ. നീ പോടാ മറ്റവനെ. മച്ചാനെ, എന്താണ് ചില്ലാവ്? എന്റെ അടുത്ത് വെള്ളത്തിലെടുക്കാൻ എന്റെ സാധനം തിരിച്ചാടാ. നോക്ക്, ഇതുവരെ മര്യാദ സംസാരിച്ച്
ഇനി എന്റെ കയ്യിന്നു നിന്റെ കൈ നീ ഒന്ന് നിന്നെ എന്റെ ഒപ്പം ഇടിച്ച് ചുമരിക്കല്ലോ. നീ പോടാ നിന്റെ അച്ഛനെ അച്ഛനെ വേണ്ട നീ നീ മരക്ക് സാധനോ? അതേടാ ഞാൻ തന്നെ സാധനം എടുത്ത് നീ എന്ത് ചെയ്യാ എടിയോ എനിക്ക് ബാംഗ്ലൂർ എന്തൊക്കെ കണക്ഷൻ ഉണ്ട് അറിയോ നിനക്ക്? അങ്ങനാണെങ്കിൽ വാടാ നീ എന്താ ചെയ്യാന്ന് കാണിച്ചു തരാടാ നായേ. എനിക്ക് ബാംഗ്ലൂരില് എന്തൊക്കെ കണക്ഷൻ ഉണ്ട് ഞാൻ കാണിച്ചു തരാടാ എല്ലാരും പിടിച്ച് ഒരതാ ഞാൻ വരുന്നുണ്ട്. ഞാൻ നിന്നെ ഇതിലേറെ മോഹിപ്പിക്കണോ സുധാമനാൽ പാർക്ക്? നീ അങ്ങോട്ട് വാടാ, ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാടാൻ. ഇടിക്കും നിന്നിടിക്കും. പിടിയടി. ലെറ്റ്സ് ബ്രേക്ക് അപ്പ്. മാസ് എടാ നീയൊക്കെ കുതിരവട്ടം റിലീസായതാണ്. നിനക്കൊക്കെ ഭ്രാന്തുണ്ട് ആവശ്യമില്ലാത്ത വള്ളി കയറി പിടിക്കാൻ. സായി ഞാൻ പറയാ ആര് നീ ഇവിടെ പിള്ളേരെ കൂട്ടി ഇങ്ങോട്ട് വന്നേ? തല്ലെന്ന് വെച്ചാ എല്ലാത്തിനും വെട്ടിക്കറി എങ്ങോട്ടെന്ന് വെച്ചാ എങ്ങോട്ടേലിട്ടേ പറ്റത്തുള്ളൂ. സ്റ്റാർട്ട് ആവുന്നില്ലല്ലോ. അളിയ ഈട്ടിന്നൊക്കെ പറയുമ്പോണ്ടല്ലോ ഈട്ടി കൊണ്ട് മുണ്ട് തലയിട്ട് കണ്ടം വഴി ഓടേണ്ടി വരും. നീ ആരാന്ന് വെച്ചാ കൂട്ടിക്കൊണ്ടുവന്നോ? നമുക്കിന്ന് എല്ലാത്തിനെയും പഞ്ഞിക്കിടണം. പൊതപ്പിക്കുന്ന പറഞ്ഞാ പൊതപ്പിക്കും. എടാടാ ഞാനിവിടെ വേറെ കോളും കൂടെ നടക്കാണ്. എല്ലാം കൂടെ എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റില്ല. നീ എന്താന്ന് വെച്ചാ വിളിച്ച് എടാടാ രണ്ടും കൂടെ പറയല്ല. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ അന്ന് നിങ്ങൾ അങ്ങോട്ടും കൂടെ സംസാരിക്കുക. നമ്മുടെ പിള്ളേരെ ആരാന്ന് വെച്ചാ എല്ലാരും വിളിച്ചോണ്ട് വന്നു. മൊത്തം പ്രശ്നമാണ്. Where is the boys? പിള്ളേരെല്ലാം സെറ്റാണ്. ഇവിടെ ഓൾറെഡി വരും, ഇനി വരാനാൻ ആളുകളുണ്ട്. നീ എല്ലാത്തിനും വിളിച്ചോണ്ട് വന്നോ. നമ്മളെല്ലാത്തിനും ഇന്ന് രാത്രി കൊണ്ട് തന്നെ പഞ്ഞിക്കിടും എന്ന് പറഞ്ഞാൽ പഞ്ഞിക്കിടും. എല്ലാരും കേൾക്കുന്നുണ്ടല്ലോ. എനിക്കെല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, എന്റെ കയ്യിലിരിക്കുന്നില്ല. ബോയ്സ് റെഡി അല്ലേ? റെഡി. ഇനി ഇട്ടിക്കണമെങ്കിൽ നമ്മളെ മൊത്തം പിള്ളേരടിക്കേണ്ടി വരും. ബോംബ് കെട്ടച്ചിട്ടോ ബോംബ്. എടാ മോനെ, ഈ അടി നടക്കുന്ന റൂം ഏതാന്ന് അടിയാ നേരെ പോയി ലെഫ്റ്റ് എടുത്താ. ഈ അടി നടക്കുന്ന സമയം ഇപ്പൊ സമയത്ത് ഒരു മിനിറ്റ്. ഇപ്പോ 2:30 ഒരു 3-3:30 ആകുമ്പോ അടി വെക്കും. ഓ ഓക്കെ. ഇത് ടൂള് നിങ്ങളെ കയ്യിലൊന്നുമില്ലേ? സെപ്റ്റോ വഴി ഓർഡർ ചെയ്തിട്ടുണ്ട്. 10 minutes fast. പേനക്കത്തി വല്ല വേണോ? പേനക്കത്തി അതുപോലെ സംസാരിച്ചപ്പോ കുറെ റൂം മൊത്തം വട്ടന്മാരും അതിന്റെ ഇട കൂടെ ദൈവമേ மச்சா எங்க மச்சா வந்துட்டு இருக்கு மச்சான். வந்துட்டு இருக்கா? இங்க தான் நந்தி ஹில்ஸ் கிட்ட. நந்தி ஹில்ஸா? இல்ல இப்பதான் பைக் பஞ்சர் ஆச்சு. போனை பார்த்தா ஃபைட். அத்தட்டக்கு யூலோ புக் பண்ணிட்டு வந்துட்டு இருக்க மச்சான். யூலோவா? മച്ചാ ഇവിടെ വലിയ സീനാ. 20 minutes தான். തുരത്താനേടാ റൂം മൊത്തം പ്രാന്തം വരണത്. എന്തോ പറയുന്നേ? അവിടെ ഇവിടെ കച്ചാടം പിച്ചാടം അടിയ. நீ ஃபைட்ட ஒரு நாள் போஸ்ட்போன் பண்ணு போதும். போடாது. எல்லாரும் அடிச்சு மச்சான் வந்துட்டடா. ഇനി ഇവിടെ ഒന്നും സേഫ് അല്ല. ബാക്കി താഴെ പോവാം. അതായിരിക്കും ഈ വഴി വേണ്ട, ഇത് വൻ വേണ്ട.
ഈ തല്ലൊടുങ്ങാൻ സമയമൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ പിള്ളേരും കൂട്ടി വന്നോ, അതാ നല്ലത്. പിന്നല്ലേ ആ ആന്റപ്പനെ വിളിച്ചോ, കാരണം ഇനിയിപ്പോ അവന് ഞാൻ വിളിച്ചില്ല എന്ന് പറഞ്ഞൊരു കംപ്ലൈന്റ് ഒന്നും വേണ്ട. ഞാൻ പോട്ടെ, എല്ലായിടത്തും ഈ അമ്പാടിയുടെ കണ്ണെത്തണം എന്നാ. എന്നാ ശരി, ഓക്കെ. നീ ഇതെങ്ങോട്ടാ? എടാ നിന്നെ തപ്പി ഇറങ്ങിയത്. അവിടെ എത്ര പേര് വെയിറ്റ് ചെയ്യുന്നറിയാവോ? നീ എന്ത് പറയുന്നത്? ഇങ്ങോട്ട് വന്നേ, എന്തുവാ? എടാ പിന്നല്ലേ നമുക്കിത് സംസാരിച്ചിരുത്താ പോലെ? കുറഞ്ഞൊരു ഗുണ്ടെങ്കിലും എറിയണം. മച്ചാനെ, ഈ രാഹുലിനെ അടിക്കാൻ നമ്മൾ ഇത്ര പേര് മതി. പക്ഷെ അതുപോലെ അല്ല അവൻ്റെ കൂടെ ചാർലി. അവൻ പണ്ടേ ഭയങ്കര ഉടായിപ്പാ. അതേപോലെ തന്നെ അവന് ഒടുക്കത്തെ കോണ്ടാക്ട്സും കൂടാ. ഇടിച്ച് നല്ല സീനാവും, മനസ്സിലായ? നല്ല ഇടിയിട്ട് സീനാവും. പ്രശ്നം പാർക്കിൽ ലൈറ്റ് ഓഫ് അവൻ ഒരപ്പെട്ട. അല്ലപ്പാ, ഓൻ പറഞ്ഞ കാര്യമുണ്ട്. ഈ രാഹുലിനെ എനിക്ക് പണ്ടേ അറിയാം. ഓനിട്ടിട്ട് പൊട്ടിക്കണം. പിന്നെ ഓൻ്റെ ഫ്രണ്ട് ഉണ്ട് ചാർലി, ഓൻ കുറച്ച് സീനാ. ഏറ്റവും വലിയ സീൻ എന്ന് വെച്ചാൽ ഓൻ്റെ ഫ്രണ്ട് ഉണ്ട് റെക്സ്. ഓനാന്ന് MMA ഫൈറ്ററും ലോക്കൽ ഡീലറുവാ. ഇവരെല്ലാം വന്ന വലിയ വിഷയാ. കയ്യിൽ വെക്കൂലപ്പാ, വാണിങ്ങാ. ഹലോ 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 അണ്ണാ, അണ്ണാ മുത്തപ്പണ്ണ എത്തിയാ? ജോയിലെന്തേ? ಅಣ್ಣ ಮುತ್ತಪ್ಪಣ ಇದೆಯಾ? ಅಣ್ಣ ಅಲ್ಲ, ಇಲ್ಲ, ಯಾರೋ ಬೇಕು ನಿನಗೆ? ಅಣ್ಣ ಸ್ವಲ್ಪ ಎಮರ್ಜೆನ್ಸಿ ಇದಣ್ಣ. ಏನ್ ಎಮರ್ಜೆನ್ಸಿ ಇಲ್ಲ, ಇಲ್ಲ. അവനവിടെ ഏതോ മുത്തപ്പയെ വിളിച്ചോണ്ടിരിക്കുക. ಹೇಳಲಿ. ನಾನು ಜೋಯಲ್ನ. ಯಾವ ಜೋಯಲ್? ಜೋಯಲ್ನ. ಜೋಯಲ್? ಹಾ ಜೋಯಲ್, ಹೇಳು ಮಗ, ಏನಾಯ್ತು? ಅಣ್ಣ ಸ್ವಲ್ಪ ಎಮರ್ಜೆನ್ಸಿ ಇದೆ, ಇಲ್ಲ ಸೀನ್ ಆಯ್ತು. ಏನ್ ಸೀನ್ ಆಯ್ತು? ಅಣ್ಣ ಐಟಮ್ ಚೆಂಪೆ ಗೆತ್ತಿ ಅಣ್ಣ. ಒಂದ್ ನಿಮಿಷ ಇರು. നരസിംഹ മുത്തപ്പയാ? എടാ നീ ആരോടെ കളിക്കുന്നതെന്ന് അറിയാ? അവരെല്ലാം ഗുണ്ടകളാടാ. അമ്മാരൊക്കെ തീർന്നണ. നരസിംഹ മുത്തപ്പയാണ് അവന്നെ. கீழே யாரோ வந்திருக்காங்க. എടാ ഇതെന്തോ വലിയ സീനാന്ന് തോന്നുന്നു കേട്ടാ. അത് നമുക്ക് തെറിച്ചാലോ? വാ 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 വാ.
ಏನೋ ಎಲ್ಲ ಜಗಳ ಮಾಡಿಕೆ ಬಂದಿದ್ದೀರಾ? ಅರ್ಥ ಆಗಲ್ವಾ? നിങ്ങളെല്ലാം മിഥ്യ വന്നതാണോ? പിന്നെ നമ്മളെ പിള്ളേർ തൊട്ട് നമ്മൾ പെടക്കില്ലേ? ನಾನು ನನಗೆ ಏನು ಕೇಳಿದೆ? ಏನು ಕೇಳಿದೆ? ಬೇವರ್ಸಿ ನಿನ್ನ ಅಜ್ಜಿ ಪಿಂಡ ಬೇವರ್ಸಿ. ನಾನು ಏನ್ ಕೇಳ್ತೀನೋ ಅದಕ್ಕೆ ಉತ್ತರ ಮಾಡು. നിങ്ങളെല്ലാം ಇದಕ್ಕೆ വന്നതാണോ? ನನ್ನ വാ ഓക്കെ എന്ന ഇടിച്ചാലോ? ഇടീനൊക്കെ ആവശ്യമുണ്ടോ? ചുമ്മാ പറഞ്ഞ് തീർത്താ പോരെ മച്ചാനെ. ಅವ್ರಿಗೇನು ಹೇಳ್ತಾ ಇದ್ದಾರೆ? ಅಣ್ಣ ನೀ ಅಪ್ಪನ್ ಗೊತ್ತಿಲ್ಲ ಅಂತವನೇ. ಎಡ ತಾಯ್ಬಿಡು. ಅಚ್ಚಿ ಸಾವಡಿಂಗ കുട്ടികളുണ്ട് ഇവിടെ. ഏത് നഴ്സറിയാണ്? ഇയാളോടാ ചാർലി? വേണ്ട വേണ്ട അരുത് അരുത്. എടാ പോടാ പോടാ. അയ്യോ അടിക്കാൻ പറ്റുന്നില്ല. ഇവിടെ എന്തുവാണ് എനിക്ക് മാത്രം അടിക്കാൻ പറ്റാത്ത? ഈ മൊട്ടാത്താലേന്റെ താലടിച്ചു പഠിക്കാം. എടാ വാടാ വാടാ ഇടിക്കണ നീ വാടാ. ആക്കെ बैठना. ചെറുതടിക്കാൻ വിളിക്കണം. പറഞ്ഞു അല്ലെങ്കിൽ എന്നെ क्यों मारपीट कर रहे हो? वो क्यों मारे तुझे पता है? तू क्यों मारा है तुझे पता है? सब क्यों मारे हैं तुझे पता है? पता है कि नहीं पता? नहीं पता. लेकिन मुझे पता है. मुझे क्या मारना है?
നമ്മുടെ കറിയുടെ ബർത്ത്ഡേ അല്ലേ? ഡ്രസ് മാറ്റിയോ? ഓ എന്താ ഷേഡോ? ഐ ലവ് യു ബൈ. 11 ആയല്ലോ. കറിയുടെ ബർത്ത്ഡേക്ക് പോകണം. ഞാൻ പോയി റെഡി ആട്ടെ. ഉഫ്, ആദ്യം ഷഡ്ഡി എടുത്ത് വെക്കട്ടെ.
ഇത് പാര്. എന്നതാ ഇങ്ങനെ നിന്നാ മതിയോ? സമയത്രയായി, ഒരു ശരി വാ. കേറിയിരിക്ക്. എടാ നീ ഇങ്ങനെ കിടന്ന് കറങ്ങാതെ കേറിയിരിക്ക്. ഞാൻ ഡ്രസ് മാറ്റിടാം. ഇരിക്ക്. എടീ, എന്താ സാധനം? ഹലോ, ഓയ്, ഇതെന്താ ഇവിടെ? ആ, അതോ അതെന്റെ അപ്പന്റെ ഷർട്ട്. അല്ല നീ എന്തിനാ ആക്കി എടുക്കുന്നേ? പിന്നെ കറിയേന്റെ ബർത്ത്ഡേക്ക് 4,000 റുപ്യ എന്നെ ഏൽപ്പിച്ചേക്കണേ. അതീന്ന് ഇനി മുക്കാൻ നിക്കല്ലോ, ഗിഫ്റ്റും കൊണ്ട് വന്നാ മതി. ഇവനിതെവിടെ പോയി? കണ്ണടി വെച്ചിട്ട് പോയി. ಅಣ್ಣ ಒಂದು ಗಿಫ್ಟ್ ಪೇಪರ್ ಕೊಡಿ. ತಾಳಿ ಎಷ್ಟು? 10 ರೂಪಾಯಿ. ബേർഡേ ആയിട്ട് ഗിഫ്റ്റ് ഒന്നുമില്ലേ? ആ ഇരിക്കണം. മച്ചാനെ ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടാ? കള്ളൻ ഇതൊക്കെയാണ് ഫ്രണ്ട്ഷിപ്പ്. എന്താണ് മച്ചാനെ എല്ലാരും ഉണ്ടല്ല? മച്ചാന്മാരെല്ലാം കൂടി ട്രിപ്പ് വേണ? മച്ചാനെ സാധനം നിനക്കുള്ള സാധനം ഞാൻ ഒപ്പിക്കാം. പക്ഷേ എല്ലാവർക്കും ഉള്ള സാധനം ഞാൻ എങ്ങനെ ഒപ്പിക്കും? ഷെഡ്യൂറ എന്താണ് പോടാ മച്ചാ സാഡയോ? പറയുമ്പോലെ എനിക്ക് വിട്ടത് പോയിടുന്നു. തോമസ് കണ്ടെങ്കിൽ ആവത്തില്ലടാ. തോമാ എടാ നീ പോയിടാ, നീ തോമയ്ക്ക് വേണ്ടി പോയിടാ. എന്റെ എടുക്കോ? ഞാൻ അടിച്ച വീരിച്ചോ? അതൊന്നും കുഴപ്പമില്ലേ. നമ്മളെല്ലാരും ജനിക്കുമ്പോ ഒരുപോലെ കിട്ടണല്ല.
എല്ലാവർക്കും അവരുടേതായ കുറവുണ്ട്. ചിലവർക്ക് 100 രൂപയുടെ ചെട്ടിയായിരിക്കും, ചിലവർക്ക് അത് 100 കോടിയായിരിക്കും. പക്ഷേ അതിനു വേണ്ടി നമുക്കൊപ്പം ജീവിക്കുന്ന കുറച്ച് പേരുണ്ട്. അതാണ് ശരിക്കും നമ്മുടെ ഗിഫ്റ്റ്. റെസ്ക്യൂ വാ 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 വാടാ. ഇത് തോമച്ചയുടെ തന്നെ ചെട്ടി. കീപ് ഇറ്റ് സേഫ്. ഷട്ടി ഇങ്ങോട്ട് പോണോ? രാത്രി വെച്ച ആൾക്കാരെ എടുക്കുന്നേണ്ടി തോകല്ലാത്ത ഷട്ടി കൊണ്ട് പേട്ടോ. ചെടി തറ പറഞ്ഞു പട്ടികളെ പടി. पकड़ भोसड़ी वाले को. ചതിച്ചതാ അവള് ചതിച്ചതാ. അയ്യസായേ ഇത് പൊട്ടപ്പട പണി വെച്ചേക്കണേ ചെട്ടി കഥയാ. അയ്യേ എന്തുടാ ഇത്? എല്ലാവർക്കും എന്റെ ആസന വണക്കം. ഇത് പറയുവാൻ എനിക്കിത് തിടുക്കം. ഇത് വെറും ഒരു ചെറിയൊരു തുടക്കം. പടവെട്ടി പടുത്തത ഇനിയില്ല മടക്കം. അന്തകുന്തമില്ലാത്തൊരു ലോകം ഇത്. അണ്ടർവെയർ പോലും അണ്ടർവെഡ് മാറ്റിയിടുന്നതാണ് എന്റെ ചെട്ടിയിട്ട് നീയൊന്നു പാട്. അങ്ങനെ ഇതൊക്കെ ഒന്നാളെ നായവനെ. ഇവിടെ ജാതിയില്ല മതമില്ല ചെട്ടിയില്ലെന്നായി.
കോണകത്തിനായി കാലമേറെ എണ്ണലായി കാണാൻ വിറ്റ് ഓണമുണ്ണൻ മൂടുമില്ലെന്നായി ആശയേറെയുണ്ട് എൻ്റെ കോണകത്തിനായി ഇവിടെ ആശയങ്ങളേറെയുണ്ട് ആസനത്ത് കീറലുണ്ട് നീ വലിയ സ്കോസേസി കളിക്കേണ്ട മൈരെ നീ വലിയ ആളാണെന്ന് കരുതേണ്ട നീ ഇവിടുന്ന് കൊണയ്ക്കാൻ നിൽക്കേണ്ട ഇത് വേറെ യൂര് മക മാറുന്നില്ല നിന്നെ റാഞ്ചാൻ വരുന്നത് മുത്തപ്പ നീ പെടുക്കം ഒടുക്കം നീ കരഞ്ഞു വിളിക്കും എൻ്റെ പൊന്ന് മുത്തപ്പ 30, 32, 34 എന്നോட സൈസുകൾ ഇങ്ങനെ പലതാണ് പല സൈസിലെ പിള്ളേര് വരുവാണ് നീ ഓടിക്കോ വേഗം പൊര പിടിക്ക് നമ്മുടെ പ്രഹസനം ഇവിടങ്ങ് തുടങ്ങുകയാ കഥ പറഞ്ഞതു മതി കളി മാറുകയാ പടി വെച്ചു ഞാനങ്ങ് കയറുകയാ വലം വെച്ചു നിന്ന നിന്റെ കൊലവിളിയാ ഈ വരികൾ നിനക്കുള്ള മറുപടിയാ നീ ഇത് ഡീകോഡ് ചെയ്യാൻ നിൽക്കേണ്ട പണിയറിയാ പാവം പണിയതാ പതിവൊട്ടും കുറച്ചില്ല ഇത് സംഭവമാ ഇത് വെറും ഒരു കഥയല്ല ജെട്ടി കഥ പല തലവര മാറ്റിയ കഥന കഥ ഇത് വെറും ഒരു കഥയല്ല ജെട്ടി കഥ പല തലവര മാറ്റിയ കഥന കഥ ഇത് വെറും ഒരു കഥയല്ല ജെട്ടി കഥ പല തലവര മാറ്റിയ കഥന കഥ ഇത് വെറും ഒരു കഥയല്ല ജെട്ടി കഥ പല തലവര മാറ്റിയ കഥന കഥ തൊണ്ട പോയടാ നിർത്തടാ എന്തുട്ടാടാ ഇത്